ഹായ് ബ്രിഡ്ജ് എഡ്യൂക്കേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ UGC നെറ്റ് അറബിക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണോ എങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ചാനലാണ്. നെറ്റ് സിലബസിലെ ഓരോ യൂണിറ്റും നമുക്ക് ഒരുമിച്ച് സിമ്പിളായി പഠിച്ചെടുക്കാം. അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചും നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയെക്കുറിച്ചും കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട്. ഇന്നത്തെ ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിരുന്നോ അതോ കുറച്ച് ടഫായിരുന്നോ? താഴെ കമന്റ് ചെയ്യണേ. ഇനി ഏതൊക്കെ ടോപ്പിക്കുകളാണ് നമ്മുടെ ക്ലാസ്സുകളിൽ വേണ്ടതെന്ന് തീർച്ചയായും നിർദ്ദേശിക്കണം. ഇതുപോലെ ഓരോ യൂണിറ്റും കവർ ചെയ്യുന്ന കൂടുതൽ ക്ലാസുകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യുക. നിങ്ങൾ UGC നെറ്റ് അറബിക് പരീക്ഷയ്ക്ക് പഠിക്കുന്നവരാണെങ്കിൽ ഈ പേര് കേൾക്കാതെ പോകാൻ ഒരു വഴിയുമില്ല. അല്ലാമ ഫദലുൽ ഹഖ് ഖൈറാബാദി 1797 ജനിച്ച് 1861 മരണമടഞ്ഞ് ഇന്ത്യൻ ചരിത്രത്തിലെ വളരെ സങ്കീർണമായൊരു വ്യക്തിത്വം. പക്ഷേ ആരായിരുന്നു അദ്ദേഹം? ഒരു പണ്ഡിതൻ മാത്രമായിരുന്നോ അതോ ഒരു വിപ്ലവകാരിയായിരുന്നോ? ഇനി അതുമല്ല, ഈ രണ്ട് വേഷങ്ങളും ഒരുമിച്ച് കൊണ്ടു നടന്ന ഒരാളായിരുന്നു. നമുക്ക് നോക്കാം. അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ ഒരു പസിലാണ്. അത് മനസ്സിലാക്കാൻ ഈ സ്ക്രീനിലേക്ക് നോക്കിയാൽ മതി. ഒരു വശത്ത് സിയുൽ ഉമറാ, അതായത് രാജകുമാരന്മാരെ പോലെ ജീവിച്ച ഒരാൾ. ഇനി മറുവശത്ത് നോക്കൂ, ഇമാമു വഖ്തിഹി ഫിൽ ഉലൂം, തന്റെ കാലഘട്ടത്തിലെ എല്ലാ വിജ്ഞാനശാഖകളിലെയും ഏറ്റവും വലിയ പണ്ഡിതൻ. ഈ രണ്ട് വിശേഷണങ്ങളും ഒരേ ആളെക്കുറിച്ചാണ് പറയുന്നതെന്നത് വിശ്വസിക്കാൻ തന്നെ പ്രയാസമാണല്ലേ. അപ്പോ നമുക്ക് അദ്ദേഹത്തിന്റെ ഈ ഒരു സംഭവബഹുലമായ ജീവിതകഥ ഒരു 5 ഭാഗങ്ങളായിട്ട് ഒന്ന് പരിചയപ്പെട്ടാലോ? ആദ്യം നമ്മൾ പണ്ഡിതനും വിപ്ലവകാരിയുമായ അദ്ദേഹത്തെ കാണും, പിന്നെ ഒരു പ്രതിഭയുടെ ഉദയം, തുടർന്ന് അദ്ദേഹത്തിന്റെ സേവന വഴികൾ, ശേഷം ജീവിതം മാറ്റിമറിച്ച മഹത്തായ വിപ്ലവം, അവസാനം അദ്ദേഹത്തിന്റെ മായാത്ത പൈതൃകത്തെക്കുറിച്ചും നമ്മൾ സംസാരിക്കും. നമ്മുടെ ആദ്യത്തെ ഭാഗം അൽ-അല്ലാമ വസ്സായർ, അതായത് പണ്ഡിതനും വിപ്ലവകാരിയും. ഇവിടെ നിന്നാണ് ഈ കഥയുടെ ശരിക്കുള്ള ആ ഒരു സസ്പെൻസ് തുടങ്ങുന്നത്. ഒരു വലിയ പണ്ഡിതൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നൊരു ചിത്രമുണ്ടല്ലോ. പക്ഷെ ഫദ്ലുൽ ഹഖ് ഖൈറാബാദി ആ ചിത്രത്തിലൊന്നും ഒതുങ്ങുന്ന ഒരാളായിരുന്നില്ല. അദ്ദേഹം ചെസ്സ് കളിക്കുമായിരുന്നു, സംഗീതം ആസ്വദിക്കുമായിരുന്നു, എന്തിന് നൃത്തസദസ്സുകളിൽ പോലും പോകുമായിരുന്നു. എന്നാൽ ഏറ്റവും വലിയ വൈരുദ്ധ്യം ഇതൊന്നുമല്ല. അദ്ദേഹം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അതെ, ആൾ തന്നെയാണ് പിന്നീട് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ പ്രധാനികളിൽ ഒരാളായി മാറിയത്. ഇതെങ്ങനെ ശരിയാവും, അല്ലേ? ഈയൊരു വൈരുദ്ധ്യങ്ങളുടെയൊക്കെ ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ പിന്നോട്ട് പോണം. അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്തേക്ക്, ഒരു പ്രതിഭയുടെ ആ ഉദയത്തിലേക്ക്. നഷ്അത്തുൽ അബ്കരി. അദ്ദേഹത്തിന്റെ കുടുംബ പാരമ്പര്യം തന്നെ നോക്കൂ. അത് ചെന്നെത്തുന്നത് ഇസ്ലാമിലെ രണ്ടാമത്തെ ഖലീഫയായ ഉമർ ബിൻ ഖത്താബിലാണ്. ഒരുപക്ഷെ ആ ഒരു പാരമ്പര്യത്തിൽ നിന്ന് കിട്ടിയ ധൈര്യവും നീതിബോധവുമൊക്കെയാവാം അദ്ദേഹത്തെ ജീവിതത്തിലുടനീളം മുന്നോട്ട് നയിച്ചത്. ഇവിടെ ഒരു നമ്പർ കാണുന്നില്ലേ? 4. വെറുമൊരക്കമല്ലിത്. ഇതിനു പിന്നിൽ അദ്ദേഹത്തിന്റെ ആ ഒരു പ്രതിഭയുടെ, ആ ഒരു ബ്രില്യൻസിന്റെ കഥയുണ്ട്. എന്താണെന്നല്ലേ? അതെ, തന്റെ 13ാമത്തെ വയസ്സിൽ വെറും 4 മാസം കൊണ്ടാണ് അദ്ദേഹം ഖുറാൻ മുഴുവനും മനപ്പാടമാക്കിയത്. ഒന്ന് ആലോചിച്ചു നോക്കിക്കേ. പഠിച്ചത് ആരുടെയൊക്കെ കീഴിലാണെന്നറിയാമോ? അന്നത്തെ ഡൽഹിയിലെ ഏറ്റവും വലിയ പണ്ഡിതന്മാരായ ഷാ അബ്ദുൽ ഖാദർ, ഷാ അബ്ദുൽ അസീസ് ദഗ്ലതി എന്നിവരുടെ അടുത്ത്. ഈ പേരുകളൊക്കെ പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്, നോട്ട് ചെയ്തു വെച്ചോളൂ. അങ്ങനെ അറിവിന്റെ ലോകത്ത് നിന്ന് അദ്ദേഹം പതിയെ ജീവിതത്തിന്റെ മറ്റു വഴികളിലേക്ക് കടന്നു. അതൊരു എളുപ്പമുള്ള യാത്രയായിരുന്നില്ല. മസീറത്തുൻ ഹാഫില, അതായത് തിരക്കേറിയൊരു ജീവിതയാത്ര. ഈ ടൈം ലൈൻ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. കരിയറിന്റെ തുടക്കം എവിടെയാണെന്ന് കണ്ടു? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ, അതും ഏതാണ്ട് 15 വർഷത്തോളം. എന്നിട്ടോ അവിടെ നിന്ന് നേരെ ജഡ്ജർ, ആൽവാർ, ടോങ് പോലുള്ള നാട്ടുരാജ്യങ്ങളിലെ പ്രധാന പദവികളിലേക്ക്. അപ്പോൾ ഒരേ സമയം ബ്രിട്ടീഷുകാരുമായും നാട്ടുരാജാക്കന്മാരുമായും ഇടപഴകാനുള്ളൊരു പ്രത്യേക കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇത് അദ്ദേഹത്തിന് ഭരണരംഗത്ത് വലിയൊരു എക്സ്പീരിയൻസ് കൊടുത്തു. പക്ഷേ ചരിത്രത്തിന് അദ്ദേഹത്തിനു വേണ്ടി വേറെ ചില പ്ലാനുകളുണ്ടായിരുന്നു. വർഷം 1857, ഇന്ത്യൻ ചരിത്രത്തിന്റെ ഗതി മാറ്റിയ ആ മഹത്തായ ഒന്നാം സ്വാതന്ത്ര്യസമരം. അതായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിലെയും ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ്. ആ സൗറത്തുൽ ഉൾമ. അവസാനത്തെ മുഗൾ ചക്രവർത്തി ബഹദൂർ ഷാ സഫർ അദ്ദേഹത്തെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു. ഒരു പണ്ഡിതൻ എന്ന നിലയിലുള്ള ഉപദേശത്തിനു മാത്രമായിരുന്നില്ല ആ വിളി. അതൊരു വിപ്ലവത്തിനുള്ള ആഹ്വാനമായിരുന്നു. അതുവരെ അണിഞ്ഞിരുന്ന ആ രാജസേവകന്റെ വേഷം അഴിച്ചുവെച്ച് അദ്ദേഹം ഒരു വിപ്ലവകാരിയായി. വിപ്ലവകാരിയായതിന് കൊടുക്കേണ്ടി വന്ന വില വളരെ വലുതായിരുന്നു. ഈ വാചകത്തിൽ ആ വേദനയുണ്ട്.
ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെ കലാപം ചെയ്തു എന്ന കുറ്റം ചുമത്തി അദ്ദേഹത്തെ തടവിലാക്കുകയും നാടുകടത്തുകയും ചെയ്തു. അതുവരെ പണ്ഡിതനും ഭരണാധികാരിയുമായിരുന്ന ആ മനുഷ്യൻ ബ്രിട്ടീഷുകാരുടെ കണ്ണിൽ ഒരു രാജ്യദ്രോഹിയായി. ശരിയാണ്, ഒരു മനുഷ്യനെ തടവിലിടാൻ ഭരണകൂടങ്ങൾക്ക് കഴിയും. പക്ഷേ അയാളുടെ ആശയങ്ങളെയോ പൈതൃകത്തെയോ തളച്ചിടാൻ കഴിയുമോ? ഒരിക്കലുമില്ല. അതാണ് അദ്ദേഹത്തിന്റെ ഇർസുൻ ഖാലിദ് അഥവാ മായാത്ത പൈതൃകം. അദ്ദേഹത്തിന്റെ കാലത്ത് ജീവിച്ചിരുന്ന അൽ ഖനൂജി എന്ന പണ്ഡിതൻ പറഞ്ഞത് നോക്കൂ. ഒരു സംശയവുമില്ലാതെ പറയാം, അദ്ദേഹം തന്റെ കാലഘട്ടത്തിലെ അറിവിലും തത്വചിന്തയിലുമെല്ലാം ഏറ്റവും മുൻപന്തിയിലുള്ള വ്യക്തിയായിരുന്നു. വിപ്ലവത്തിന്റെ ആ തീയിലും അദ്ദേഹത്തിനുള്ളിലെ ആ അറിവിന്റെ വെളിച്ചം കെട്ടില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. UGC നെറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എന്റെ സുഹൃത്തുക്കൾ ഈ സ്ലൈഡൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണിത്. ഇതിൽ അൽ ഹദിയ അസ് സഹിദിയ, ഹാഷിയ അല ഷർഹി സുല്ലം, പിന്നെ സ്വന്തം അനുഭവങ്ങൾ വെച്ച് എഴുതിയ താരീഖു ഫിത്നത്തുൽ ഹിന്ദ്, ഇതൊക്കെ പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിച്ചു കാണാറുണ്ട്. അതുകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് പഠിച്ചു വെക്കണം. ഇത്രയധികം സംഭവബഹുലമായ ഒരു ജീവിതം, പക്ഷെ അതിന്റെ അവസാനം എവിടെയായിരുന്നുവെന്നറിയാമോ? ആൻഡമാൻ ദ്വീപുകളിലെ ഒരു തടവറയിൽ 1861 താൻ ജനിച്ചു വളർന്ന മണ്ണിൽ നിന്ന് ഒരുപാടകലെ ആ മഹാപണ്ഡിതൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. അപ്പോൾ നമ്മളിന്ന് ഫദ്ലുൽ ഹഖ് ഖൈറാബാദിയെ എങ്ങനെയാണ് ഓർക്കേണ്ടത്? ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ ആഹ്വാനം ചെയ്ത ഒരു വിപ്ലവകാരിയായിട്ടാണോ, അതോ വിജ്ഞാനത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോയ ഒരു പണ്ഡിതനായിട്ടാണോ? ഒരുപക്ഷെ യഥാർത്ഥ ചോദ്യം അതായിരിക്കില്ല. എങ്ങനെയാണ് ഈ രണ്ട് റോളുകളും, ഒരു പണ്ഡിതനും ഒരു വിപ്ലവകാരിയും, ഒരേ മനുഷ്യനിൽ ഒത്തുചേർന്നത് എന്നതായിരിക്കും. ആ ചോദ്യത്തിനുള്ള ഉത്തരം നമ്മൾ കണ്ടെത്തുമ്പോഴാണ് അദ്ദേഹത്തെ ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഒരു ചിന്തയോടെ നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. അപ്പോ നമ്മൾ പ്രധാന കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കിയാലോ? ഈ വിഷയത്തിലെ മെയിൻ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകും, അല്ലേ? അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഇനി എങ്ങനെ പഠനം മുന്നോട്ട് കൊണ്ടുപോകും? നിങ്ങളുടെ പഠനത്തിന് ഒരു മുതൽക്കൂട്ടാകാൻ പറ്റിയ ഒരു വഴിയുണ്ട്. അതാണ് ബ്രിഡ്ജ് 6 എഡ്യൂക്കേഷന്റെ ഈ പുതിയ പ്രിന്റഡ് ബുക്ക്. ഈ ബുക്കിനെ സ്പെഷ്യൽ ആക്കുന്നത് ഇതിന്റെ ഉള്ളടക്കം തന്നെയാണ്. നമ്മുടെ ഓരോ ക്ലാസ്സിലെയും പോയിന്റ്സും കഴിഞ്ഞ 5 വർഷത്തെ നെറ്റ് എക്സാം ക്വസ്റ്റ്യൻസും ഇതിലുണ്ട്. ഈ ബുക്കിന്റെ ഒരു കോപ്പി ഓർഡർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഓർഡർ ചെയ്യാൻ താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഫോൺ നമ്പറും അഡ്രസ്സും കൊടുത്താൽ മതി. നിങ്ങളുടെ വിജയത്തിലേക്കുള്ള യാത്രയിലെ ഈ പുസ്തകം ഒരു വലിയ സഹായമാകട്ടെ. നിങ്ങളുടെ പഠനത്തിനും ശോഭനമായ ഭാവിക്കും എന്റെ എല്ലാവിധ ആശംസകളും. അപ്പോ അടുത്തൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.